നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിലേക്ക് വീണ്ടും മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരിക്കുകയാണ് ഹൂത്തി വിമത. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് ആക്രമണം നടന്നത്. എന്നാൽ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ അവ തകർത്തെറിഞ്ഞു. മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് ഹൂത്തികൾ ഇസ്രായേലിന് നേർക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചത്. അപായ സൈറണുകൾ മുഴങ്ങിയതിനെ തുടർന്ന് ആയിരക്കണക്കിന് ഇസ്രായേൽ പൗരന്മാർ ഭൂഗർഭ ഷെൽട്ടറുകൾക്കുള്ളിലേക്ക് കുതിച്ചെത്തി. ഇസ്രായേൽ സമയം വൈകുന്നേരം 6:30-ഓടെയാണ് ആദ്യ മിസൈൽ ആക്രമണം നടന്നത്. വെസ്റ്റ് ബാങ്കിലും ജോർദാൻ താഴ്വാരയിലുമെല്ലാം ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിൽ അഭയം തേടിയെത്തി. പലപ്പോഴും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകൾ തകർക്കുമ്പോൾ അവയുടെ അവശിഷ്ടങ്ങൾ വന്ന് പതിച്ച് വൻ നാശനഷ്ടം ഉണ്ടാകാറുണ്ടെങ്കിലും ഇക്കുറി അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് രണ്ടാമത്തെ മിസൈൽ ആക്രമണം നടക്കുന്നത്. മധ്യ ഇസ്രായേലിൽ എങ്ങും ഇതിനെ തുടർന്ന് അപായ സൈറണുകൾ നിരന്തരമായി മുഴങ്ങിയിരുന്നു. രണ്ടാമത്തെ ബാലിസ്റ്റിക് മിസൈലും തകർത്തു എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് എങ്കിലും ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകാൻ അവർ തയ്യാറായിരുന്നില്ല. എന്നാൽ 2 ആക്രമണങ്ങളിലും ആൾനാശമോ മറ്റേതെങ്കിലും നാശനഷ്ടങ്ങളോ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ അപായ സൈറണുകൾ മുഴങ്ങിയതിനെ തുടർന്ന് സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഓടുന്നതിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 11ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം ആദ്യ മിസൈൽ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ മിസൈൽ അയച്ചത് തങ്ങൾ തന്നെയാണെന്ന് ഹൂത്തി നേതൃത്വം വ്യക്തമാക്കി. ഇസ്രായേലിലെ പ്രധാന നഗരമായ ടെൽ-അവീവ് ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും മിസൈൽ ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തിയെന്നും അവർ അവകാശപ്പെട്ടു. എന്നാൽ മിസൈൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിയെന്നത് നുണയാണെന്ന് പിന്നീട് വ്യക്തമായി. 2023 ഒക്ടോബർ 7-ന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂത്തികൾ ഇസ്രായേലിന് നേർക്ക് നിരന്തരമായ ആക്രമണം നടത്തുകയായിരുന്നു. ഇതുവരെ 40ഓളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇവർ ഇസ്രായേൽ ലക്ഷ്യമാക്കി അയച്ചത്. എന്നാൽ ഈ മിസൈലുകളെല്ലാം തന്നെ ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമുകൾ തകർത്തു തള്ളിയിരുന്നു. ഒരിക്കൽ മാത്രമാണ് ഹൂത്തി മിസൈൽ ഇസ്രായേലിൽ പതിച്ചത്. അന്നാകട്ടെ ആളപായം ഉണ്ടായതുമില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച 20ഓളം ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ഹൂത്തികളുടെ ശക്തി കേന്ദ്രമായ യമനിലെ സനായിൽ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. സനായിലെ പ്രധാന തുറമുഖങ്ങളും മറ്റു സുപ്രധാന കേന്ദ്രങ്ങളും എല്ലാം ഈ ആക്രമണത്തിൽ തകർന്നിരുന്നു. 50 കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ വ്യോമസേന അന്ന് ആക്രമണം നടത്തിയത്. ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിൽ പരിഹാരം കാണാനുള്ള ഖത്തറിന്റെ ശ്രമം ഫലം കാണുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നത്. ഹമാസ് നേതാക്കളുമായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽത്താനി ചർച്ച നടത്തിയതോടെയാണ് നടപടികൾ വേഗത്തിലായത്. ഇസ്രായേലിൽ നിന്നുള്ള മൊസാദ് തലവൻ ഉൾപ്പെടെ ദോഹയിലെത്തി ചർച്ച നടത്തിയിരുന്നു. 15 മാസമായി തുടരുന്ന യുദ്ധത്തിന് പരിഹാരം കാണാൻ നേരത്തെ ഖത്തർ നടത്തിയ ശ്രമം ഫലം കണ്ടിരുന്നില്ല. മുതിർന്ന ഹമാസ് നേതാക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതോടെയാണ് ചർച്ചകൾ വഴിമുട്ടിയത്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരം ഏറ്റെടുക്കാനിരിക്കെ ഇസ്രായേൽ കടുംപിടുത്തം അവസാനിപ്പിക്കുകയാണ്.